എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വിഷു ആശംസകൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ വിഷു സ്പെഷ്യൽ മാമ്പഴക്കൂട്ടാനാണ് കേട്ടോ. ഒരു നാടൻ മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന മാമ്പഴക്കൂട്ടാനാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന മാങ്ങയല്ലേ, ചെറിയ ചെറിയ മാങ്ങ, കടുക്ക എന്നാണ് പേര്. അപ്പോൾ ഒരു നാടൻ മാങ്ങ കൊണ്ടുള്ള മാമ്പഴക്കൂട്ടാൻ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. വീട്ടിലൊക്കെ വീണ് കിട്ടിയ മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതാ ഞാനത് തൊലി ചെത്തൊന്നുമല്ല കേട്ടോ, അതിങ്ങനെ ഊരിയെടുക്കുക. തോലങ്ങനെ വലിച്ചെടുത്താൽ മതി. ഇങ്ങനെ ഉരിഞ്ഞെടുത്തിട്ട് നമുക്കതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാമ്പഴക്കൂട്ട ഉണ്ടാക്കാം. കാരണം മുറിക്കാനൊന്നും ഇല്ലല്ലോ, കുഞ്ഞു മാങ്ങയല്ലേ. അപ്പോൾ അതിന് അധികം മാംസമൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ മുഴുവനായിട്ട് ഇടുക ചെയ്യാം. അപ്പോൾ എല്ലാം വൃത്തിയാക്കി വെച്ചു. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൂട്ടാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ആ മാങ്ങയുടെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് എന്ന് പറഞ്ഞാൽ 1 സ്പൂൺ ഉപ്പോളം നല്ലോണം ഇട്ടു കേട്ടോ. ഇനി നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം അടുപ്പത്ത്. ഇപ്പോൾ ഗ്യാസിനൊക്കെ ക്ഷാമമായതുകൊണ്ടേ നമ്മൾ ഇൻഡക്ഷനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻഡക്ഷനിൽ വെച്ചു. ഇൻഡക്ഷനിലാണെങ്കിൽ പെട്ടെന്നാവും കേട്ടോ. 350 വെച്ചാൽ അത് വേഗം തിളച്ച് വേവും. അപ്പോൾ വെച്ച് ഇൻഡക്ഷനിൽ വെച്ചതാ നന്നായി തിളച്ചു, പെട്ടെന്ന് വേവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ മാമ്പഴം നോക്കിയപ്പോൾ വെന്തേക്കണു നന്നായിട്ട്. ഇനി നമുക്ക് അതിലേക്ക് ശർക്കര ചേർക്കാം. ഈ മാങ്ങയുടെ പുളി അനുസരിച്ച് ശർക്കര ചേർക്കണം കേട്ടോ. അപ്പോൾ ശർക്കര ഞാനൊരു 2 അച്ച് ശർക്കര ചേർത്തു. കാരണം മാങ്ങയ്ക്ക് ചെറിയൊരു പുളി ഉണ്ടായിരുന്നു. ഇനി അതൊന്നും കൂടി ആ ശർക്കര കലിഞ്ഞ് അതിൽ പിടിക്കട്ടെ. അപ്പോഴേക്കും നമ്മളെ മിക്സി എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/2 മുറി നാളികേരം നേരത്തെ ചിരകി വെച്ചിരുന്നു കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നാളികേരം അരച്ചു കൊണ്ടുവന്ന് വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് മിക്സിയുടെ ജാറ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തൈര്, ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരാണ് ഒന്ന് അടിച്ച് വെച്ചത്. കാരണം നല്ല പുളിയുള്ള തൈരായിരുന്നേ. അപ്പോൾ അത് പുളി അനുസരിച്ച് ചേർക്കണം കേട്ടോ. ഇനി നമുക്ക് ആദ്യം കുറച്ച് നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്താ വെച്ചാൽ ചിലപ്പോൾ ഈ തൈര് ചേർക്കുമ്പോൾ ചിലപ്പോൾ പിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നാളികേരം ചേർത്തിട്ട് പിന്നെ തൈര് ആദ്യം തിളച്ച് വേവൊന്നും വേണ്ടല്ലോ. അപ്പോൾ ആദ്യം നാളികേരം ചേർത്ത് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അധികം വെള്ളം ചേർക്കരുത്. ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് നമ്മൾ തൈര് അടിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളത്തിൻ്റെ പാകം നോക്കിയിട്ട് കുറച്ചും കൂടി നമുക്ക് തൈര് അടിച്ച മിക്സി ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇളക്കി നോക്കിയപ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ മിക്സി ഒന്ന് കഴുകിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളം പാകമായിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലോണം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് വറുത്തിടേ വേണ്ടു. അപ്പോൾ നല്ലോണം തിളച്ച് വന്നു. ഇനി അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തപ്പോൾ നല്ല മണം ഉണ്ടാവും കൂട്ടാനേ. അപ്പോൾ ഒന്നും കൂടി തിളച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെയും പുളിയുടെയും മധുരത്തിൻ്റെയും ഒക്കെ ടേസ്റ്റ് നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇൻഡക്ഷൻ ഓഫ് ചെയ്തു. നമുക്കൊന്ന് നന്നായിട്ട് വറുത്തിടാം. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. വെളിച്ചെണ്ണയിൽ വറുത്തിടണം, അപ്പോഴേ സ്വാദ്. 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ ഒന്ന് പൊട്ടിയപ്പോൾ 1 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടിയപ്പോൾ അതിലേക്ക് നമ്മൾ നല്ലോണം കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ, ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില. ഇനി നമുക്കത് കറിയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴക്കൂട്ടാൻ തയ്യാറായി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. ഈ വർഷം വളരെ നന്നായിരിക്കട്ടെ എല്ലാവർക്കും. താങ്ക് യു.